കഴിഞ്ഞ ആഴ്ച നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് മെയിൻ്റെ എക്സാം ആയിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ആൻസർ കീ ആയിട്ടാണ്. ക്വസ്റ്റ്യൻ പേപ്പർ 123/2025 സെറ്റ് എ ആണ് കേട്ടോ. 123/2025 ക്വസ്റ്റ്യൻ പേപ്പർ നമ്പർ ആൻഡ് സെറ്റ് എന്ന് പറയുന്ന എ ആണ്. ഓക്കെ, കോഡ് എ ആണ്. എയുടെയാണ് ഞാൻ ആൻസർ വായിക്കാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. കേന്ദ്രീകരണത്തെയും ശ്രേണിയെയും പിന്തുണയ്ക്കുന്നു, എന്നാൽ നേതൃത്വവും തുല്യതയും സ്വാതന്ത്ര്യവും സന്തുലിതമാക്കണമെന്ന് ഊന്നി പറയുന്നവ ഏതാണ്? കേന്ദ്രീകരണത്തെയും ശ്രേണിയെയും പിന്തുണയ്ക്കുന്നു, എന്നാൽ നേതൃത്വവും തുല്യതയും സ്വാതന്ത്ര്യവും സന്തുലിതമാക്കണമെന്ന് ഊന്നി പറയുന്നവ ഏതാണ്? ഫയോളിൻ്റെ തത്വങ്ങളാണ്. ഓക്കെ, ഫയോളിൻ്റെ തത്വങ്ങളാണ്. ആകസ്മിക സിദ്ധാന്തം ഒരു മികച്ച മാർഗം എന്ന ആശയത്തെ നിരാകരിക്കുന്നു. ഇത് കാരണം അവർ പറഞ്ഞിരിക്കുന്നത് ഇത് വ്യത്യസ്ത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു. വാദവും കാരണവും തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് വായിച്ചിട്ട് അതിൻ്റെ ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആകസ്മിക സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു മികച്ച മാർഗം എന്ന ആശയത്തെ നിരാകരിക്കുന്നു. ഇത് ശരിയാണ്. ഇത് വ്യത്യസ്ത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നു. രണ്ടും ശരിയാണ്. കാരണം എന്ന് പറയുന്നത് വാദത്തെ വിശദീകരിക്കുന്നതാണ്. അതായത് ആകസ്മിക സിദ്ധാന്തം ഒരു മികച്ച മാർഗം എന്ന ആശയത്തെ നിരാകരിക്കുന്നു. അതിന് കാരണം എന്താണ്? അത് വ്യത്യസ്ത സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതുകൊണ്ട്. ഓക്കെ, അപ്പം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ നോക്കാം. എല്ലാ സ്ഥാപനങ്ങളിലും അനൗപചാരിക ആശയവിനിമയം നിലനിൽക്കുന്നു. പ്രസ്താവന ഇതാണ്. ഓക്കെ, രണ്ട് അനുമാനങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നിരിക്കുന്നത്. ജീവനക്കാർ സാമൂഹിക ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നു. അനൗപചാരിക സംവിധാനം എല്ലായ്പ്പോഴും കാര്യക്ഷമതയെ ദോഷകരമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് യോജിച്ച് ശരിയായതെന്ന് നോക്കാം. എല്ലാ സ്ഥാപനങ്ങളിലും അനൗപചാരിക ആശയവിനിമയം നിലനിൽക്കുന്നു. അത് ശരിയാണ്. ഓക്കെ, പ്രസ്താവന അതാണ്. അപ്പോൾ ജീവനക്കാർ സാമൂഹിക ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നു എന്നുള്ളത് ഒന്നാമത്തെ അനുമാനം ശരിയാണ്. അവിടുത്തെ ജീവനക്കാർ എന്ത് ചെയ്യും? ഓരോരോ ഗ്രൂപ്പുകളായിട്ട് രൂപീകരിക്കുന്നു. സാമൂഹികമായിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി ഓരോ ഗ്രൂപ്പുകൾ രൂപീകരിക്കുന്നുണ്ട്. അത് ശരിയാണ്. അനൗപചാരിക സംവിധാനം എല്ലായ്പ്പോഴും കാര്യക്ഷമതയെ ദോഷകരമായി ബാധിക്കുന്നു. അങ്ങനെയുണ്ടോ? ഇല്ല. അനൗപചാരികമായിട്ടുള്ള സംവിധാനം എന്ന് പറയുന്നത് കാര്യക്ഷമതയെ ബാധിക്കുന്നില്ല. പലപ്പോഴും അങ്ങനെ ചിലപ്പോൾ ബാധിച്ചിരിക്കാം, പക്ഷേ എല്ലായ്പ്പോഴും കാര്യക്ഷമതയെ ബാധിക്കണമെന്നില്ല. ഇവിടുത്തെ എല്ലായ്പ്പോഴും കാര്യക്ഷമതയെ ദോഷകരമായി ബാധിക്കുന്നു എന്നാണ്. എല്ലായ്പ്പോഴും കാര്യക്ഷമതയെ ദോഷകരമായി ബാധിക്കുന്നില്ല. അപ്പോൾ അവിടെ ഒന്നാം മാത്രമാണ് ശരിയായിട്ടുള്ളത്. അടുത്തത്, സംഘടനാ സംസ്കാരം പ്രകടനത്തെ ബാധിക്കുന്നു. കാരണം പറഞ്ഞിരിക്കുന്നത് പങ്കിട്ട മൂല്യങ്ങൾ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ്. രണ്ടും ശരിയാണ്. സംഘടനാ സംസ്കാരം എന്ന് പറയുന്നത് പ്രകടനത്തെ ബാധിക്കുന്നുണ്ട്. ഓക്കെ, പങ്കിട്ട മൂല്യങ്ങൾ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നുമുണ്ട്. നമുക്ക് കിട്ടിയ മൂല്യങ്ങൾ നമ്മുടെ പെരുമാറ്റത്തെ എന്ത് ചെയ്യും? രൂപപ്പെടുത്തുന്നു. അപ്പോൾ രണ്ടും ശരിയാണ്. കാരണം എന്ന് പറയുന്നത് വാദത്തെ വിശദീകരിക്കുന്നതെന്നാണ്. ഓക്കെ, ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ. അത് PSCയുടെ പ്രൊഫഷണൽ ആൻസർക്ക് അനുസരിച്ചാണ് ഇതിനകത്ത് ആൻസറുകൾ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുടെ ഫൈനൽ ആൻസർക്ക് വരുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്തത്, സ്വഭാവ സിദ്ധാന്തം പറയുന്നത് നേതാക്കൾ ജനിക്കുന്നു എന്ന്. രണ്ട് അനുമാനങ്ങളാണ്. നേതൃത്വ ഗുണങ്ങൾ ജന്മസിദ്ധമാണ്, നേതൃത്വ കഴിവുകൾ വികസിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒന്നാമത് ശരിയാണ്. നേതൃത്വ ഗുണങ്ങൾ ജന്മസിദ്ധമാണെന്നുള്ളത് അത് ശരിയാണ്. പക്ഷേ നേതൃത്വ കഴിവുകൾ വികസിപ്പിക്കാൻ കഴിയത്തില്ലേ? കഴിയും. ട്രെയിനിങ്ങിലൂടെ നേതൃത്വ കഴിവുകൾ വികസിപ്പിക്കാൻ കഴിയും. അപ്പോൾ അത് തെറ്റാണ് അല്ലേ? ഒന്ന് മാത്രമാണ് അനുമാനിച്ചിരിക്കുന്നത്. അടുത്തത്, മാക്സ് വെബർ കാര്യക്ഷമതയ്ക്കായി ഉദ്യോഗസ്ഥ വൃന്ദത്തെ വാദിച്ചു. ഉദ്യോഗസ്ഥ വൃന്ദം വ്യക്തമായ നിയമങ്ങൾ, ശ്രേണീക്രമം, മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രൊമോഷൻ എന്നിവ ഉറപ്പാക്കുന്നു. മാക്സ് വെബർ എന്ന് പറയുന്ന ആൾ മാക്സ് വെബർ കാര്യക്ഷമതയ്ക്കായിട്ട് ഉദ്യോഗസ്ഥ വൃന്ദത്തെ വാദിച്ചു. ഉദ്യോഗസ്ഥ വൃന്ദം വ്യക്തമായ നിയമങ്ങളും ശ്രേണീക്രമം, മെറിറ്റ് അടിസ്ഥാനമാക്കിയുള്ള പ്രൊമോഷൻ എന്നിവ ഉറപ്പാക്കുന്നു. രണ്ടും ശരിയാണ്. കാരണം വാദത്തെ വിശദീകരിക്കും. ഓക്കെ, അതാണ് ഇവിടുത്തെ എ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇനി പറയുന്നവ പൊരുത്തപ്പെടുക എന്നാണ് ചോദ്യം. മെക്കാനിസം ഉണ്ട്, പ്രവർത്തനമുണ്ട്. സോഷ്യൽ ഓഡിറ്റ്, പൗരാവലോകനം, ജുഡീഷ്യൽ അവലോകനം, നിയമപരിശോധന, ഓംബുഡ്സ്മാൻ, പരാതി പരിഹാരം. പ്രാദേശിക പരിപാടികൾ നിരീക്ഷിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സംവിധാനം ഏതാണെന്നാണ്. അപ്പം സോഷ്യൽ ഓഡിറ്റ് എന്തിനു വേണ്ടിയാണ്? പൗരാവലോകനത്തിന് വേണ്ടിയിട്ടാണ് സോഷ്യൽ ഓഡിറ്റ് നടത്തുന്നത്. ജുഡീഷ്യൽ അവലോകനം നിയമപരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ്. അല്ല, നിയമത്തിന് എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ അല്ലെങ്കിൽ അതിനകത്ത് ലൂപ്പ് ഹോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജുഡീഷ്യൽ അവലോകനം നടത്തും. ഓംബുഡ്സ്മാൻ ഇതിനാ പരാതി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചോദ്യം എന്ന് പറയുന്നത് പ്രാദേശിക പരിപാടികൾ നിരീക്ഷിക്കുന്നതിന് ഏറ്റവും വലുത് ഏതാണ്? സോഷ്യൽ ഓഡിറ്റാണ്. ഓക്കെ, സോഷ്യൽ ഓഡിറ്റാണ്. നെക്സ്റ്റ്, ബജറ്റ് ചെലവുകളുടെ വിശദാംശങ്ങൾ അറിയാൻ പൗരന്മാർ ഒരു RTI അപേക്ഷ സമർപ്പിക്കുന്നു. റൈറ്റ് ടു എഡ്യൂക്കേഷൻ അപേക്ഷ സമർപ്പിക്കുന്നു. നല്ല ഭരണത്തിൻ്റെ ഏത് തത്വമാണ് പ്രയോഗിക്കുന്നത്? ഇത് സുതാര്യതയെ വ്യക്തമാക്കുന്നതാണ്. ഓക്കെ, സുതാര്യത. ഈ ഗവേണൻസ് സേവന വിതരണം മെച്ചപ്പെടുത്തുന്നു. ഇത് കാലതാമസം കുറച്ചു. ഇത് എല്ലായ്പ്പോഴും പ്രവേശന സമത്വം ഉറപ്പാക്കുന്നു. അപ്പോൾ ഈ ഗവേണൻസ് കൊണ്ടുവന്നതുകൊണ്ട് എപ്പോഴും കാലതാമസം കുറയ്ക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് മാത്രം പിന്തുടരുന്നു എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ ഒന്ന് മാത്രം പിന്തുടരുന്നു. ഉയർന്ന മത്സരാധിഷ്ഠിതമായ ഒരു സ്ഥാപനത്തിൽ ചേർന്നതിന് ശേഷം ഒരു ജീവനക്കാരൻ നേട്ടങ്ങൾക്കും സ്റ്റാറ്റസ് ചിഹ്നങ്ങൾക്കും നിരന്തരം പ്രശംസ നേടുന്നു. ഇത് ഏതാവശ്യമാണ് ഏറ്റവും സജീവമായത്? അപ്പോൾ ഇവിടെ ആദരവാണ്. ഓക്കെ, ആദരവെന്നുള്ളതാണ്. മിൻസ്ബർഗിൻ്റെ അഭിപ്രായത്തിൽ ഇനി പറയുന്നവയിൽ ഏതാണ് മാനേജർമാരുടെ തീരുമാനപരമായ പങ്ക് അല്ലാത്തത്? മിൻസ്ബർഗിൻ്റെ അഭിപ്രായത്തിൽ മാനേജർമാരുടെ തീരുമാനപരമായ പങ്ക് അല്ലാത്തത് മോണിറ്ററാണ്. ഓക്കെ, മോണിറ്റർ. മാനേജ്മെൻറ്റിലേക്കുള്ള ആകസ്മിക സമീപനം ഊന്നി പറയുന്നത്
മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ സാഹചര്യ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മാനേജ്മെൻറ്റിലേക്കുള്ള ആകസ്മിക സമീപനം ഊന്നി പറയുന്നത് എന്തിനെയാണ്? മാനേജ്മെൻറ്റ് പ്രവർത്തനങ്ങൾ സാഹചര്യ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ തത്വങ്ങളിൽ ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ കേന്ദ്രബിന്ദു ഏതാണ്? ജീവനക്കാരുടെ മേലുള്ള കർശനമായ നിയന്ത്രണം, ഉപഭോക്തൃ ശ്രദ്ധയും തുടർച്ചയായ മെച്ചപ്പെടുത്തലും, കർശനമായ മേൽനോട്ടം, എല്ലാ തലങ്ങളെയും ചില കുറയ്ക്കുക. അപ്പം ടോട്ടൽ ക്വാളിറ്റി മാനേജ്മെൻറ്റിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് എന്താണ്? ഉപഭോക്തൃ ശ്രദ്ധയും തുടർച്ചയായ മെച്ചപ്പെടുത്തലുമാണ്. ധാർമ്മിക തീരുമാനമെടുക്കലിലെ പ്രയോജനപരമായ സമീപനം ഡാഷ് പരിഗണിക്കാൻ നിർദ്ദേശിക്കുന്നു. ഓരോ തീരുമാന ബദലിൻ്റെയും എല്ലാ കക്ഷികളിലും ഉള്ള സ്വാധീനം ഏറ്റവും കൂടുതൽ ആളുകളെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒന്ന് തിരഞ്ഞെടുക്കുക എന്നതാണ്. അപ്പോൾ ധാർമ്മിക തീരുമാനമെടുക്കലിലെ പ്രയോജനപരമായ സമീപനം ഡാഷ് പരിഗണിക്കാൻ നിർദ്ദേശിക്കുന്നു. അപ്പോൾ എന്തിനെ പരിഗണിക്കാനാണ് നിർദ്ദേശിക്കുന്നത്? ഓരോ തീരുമാന ബദലിൻ്റെയും എല്ലാ കക്ഷികളിലും ഉള്ള സ്വാധീനം ഏറ്റവും കൂടുതൽ ആളുകളെ ഒപ്റ്റിമൈസ് ചെയ്യുന്ന ഒന്ന് തിരഞ്ഞെടുക്കുക. ഇനി പറയുന്ന സാഹചര്യങ്ങൾ ഏതാണ് ആജ്ഞയുടെ ഏകത്വം എന്ന തത്വത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്നത്? ആജ്ഞയുടെ തത്വത്തെ. ഉത്തരവാദിത്തത്തിലെ വ്യക്തതയ്ക്കായി ഒരു ജീവനക്കാരന് ഒരൊറ്റ സൂപ്പർവൈസറിൽ നിന്ന് ഓർഡറുകൾ ലഭിക്കുന്നു. ഓക്കെ, ആജ്ഞയുടെ ഏകത്വം എന്ന തത്വത്തെ ഏറ്റവും നന്നായി പ്രതിഫലിപ്പിക്കുന്നത് ഏതാണ്? ഉത്തരവാദിത്തത്തിലെ വ്യക്തതയ്ക്കായിട്ട് ഒരു ജീവനക്കാരൻ ഒരൊറ്റ സൂപ്പർവൈസറിൽ നിന്ന് ഓർഡറുകൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ജെയിംസ് തോംസൺ സാങ്കേതിക വിദ്യയുടെ വർഗീകരണത്തിൽ ഉൾപ്പെടാത്തത് ഏത് പട്ടികയിലാണ്? ജെയിംസ് തോംസൺ സാങ്കേതികവിദ്യയുടെ വർഗീകരണത്തിൽ ഉൾപ്പെടാത്തത് ലോങ് ബാച്ച് സാങ്കേതികവിദ്യയാണ്. അപ്പോൾ തീവ്ര സാങ്കേതികവിദ്യ, മീഡിയേറ്റഡ് സാങ്കേതികവിദ്യ, ലോങ് ലിങ്ക്ഡ് സാങ്കേതികവിദ്യ, ഇത് മൂന്നും ജെയിംസ് തോംസൺ സാങ്കേതികവിദ്യയുടെ വർഗീകരണത്തിൽ ഉൾപ്പെടുന്നവയാണെന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. തീവ്ര സാങ്കേതികവിദ്യയും മീഡിയേറ്റിംഗ് സാങ്കേതികവിദ്യയും ലോങ് ലിങ്ക്ഡ് സാങ്കേതികവിദ്യയും ജെയിംസ് തോംസൻ്റെ സാങ്കേതികവിദ്യയുടെ വർഗീകരണത്തിൽ ഉൾപ്പെടുന്നതാണ്. ലോങ് ബാച്ച് സാങ്കേതികവിദ്യ ഉൾപ്പെടാത്തതാണ്. ഇവിടെ ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദ്യം. താഴെ പറയുന്നവയിൽ ഏതാണ് നേതൃത്വ ശൈലികളുടെ കാര്യത്തിൽ പൊരുത്തപ്പെടാത്തത്? പൊരുത്തപ്പെടാത്തത് ഏതാണ്? മിഷിഗൺ പഠനങ്ങൾ മിഡിൽ ഓഫ് ദി റോഡ്. ഓക്കെ, അതാണ് ശരിയായിട്ടുള്ളത്. മിഷിഗൺ പഠനങ്ങൾ മിഡിൽ ഓഫ് ദി റോഡ്. താഴെയുള്ള 3 ഓപ്ഷനുകളോട് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് പരീക്ഷകൾക്ക് പ്രയോജനകരമായിരിക്കും. ഓക്കെ, അടുത്ത സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്നുള്ള എക്സാമുകൾക്കും ചിലപ്പം ഇത് അഡ്മിനിസ്ട്രേഷൻ ലെവലുള്ള ക്വസ്റ്റ്യനുകളാണ് ഉണ്ട്. അതും ഈ ഒരു ഓപ്ഷൻ കൊണ്ട് നമ്മൾ ഓർത്ത് വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മാനേജറിയൽ ഗ്രിഡ്, കൺട്രി ക്ലബ്, ഒഹായോ സ്റ്റേറ്റ് പഠനങ്ങൾ, ഇനീഷ്യേറ്റിംഗ് സ്ട്രക്ചർ, ടാനൻ ബോമിൻ്റെയും ഷ്മിഡിൻ്റെയും തുടർച്ച, സ്വേച്ഛാധിപത്യ നേതാവ്. അപ്പോൾ ഈ 3 ഓപ്ഷനുകളും എന്താണ്? നേതൃത്വ ശൈലികളുടെ കാര്യത്തിൽ പൊരുത്തപ്പെടുന്നതാണ്. അപ്പോൾ ഇവിടെ പൊരുത്തപ്പെടാത്തത് എന്നാണ് ചോദ്യം. അത് മിഷിഗൺ പഠനങ്ങളാണ്. ഓക്കെ, മിഷിഗൺ പഠനങ്ങൾ മിഡിൽ ഓഫ് ദി റോഡ്. സ്കെയിലാർ ചെയിൻ പ്രധാനമായും സൂചിപ്പിക്കുന്നത് മുകളിൽ നിന്ന് താഴേക്ക് അധികാരത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും ലംബമായ ഒഴുക്ക്. മുകളിൽ നിന്ന് താഴേക്ക് അധികാരത്തിൻ്റെയും ആശയവിനിമയത്തിൻ്റെയും ലംബമായ ഒഴുക്ക്, അതാണ് സ്കെയിലാർ ചെയിൻ പ്രധാനമായിട്ടും സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ സ്കെയിലാർ ചെയിൻ മുകളിൽ നിന്ന് താഴേക്ക് അധികാരത്തിൻ്റെ ആശയവിനിമയത്തിൻ്റെ ലംബമായ ഒഴുക്കാണ്. ഓക്കെ, മുകളിൽ നിന്ന് താഴേക്കാണ്. 2013 കമ്പനി ആക്ട് പ്രകാരം CSR പാലിക്കൽ നിരീക്ഷിക്കുന്നതിന് ഏത് ഇന്ത്യൻ അതോറിറ്റിയാണ് ഉത്തരവാദി? അപ്പം 2013 കമ്പനി ആക്ട് പ്രകാരം CSR പാലിക്കൽ നിരീക്ഷിക്കുന്നതിന് ഏത് ഇന്ത്യൻ അതോറിറ്റിയാണ് ഉത്തരവാദി? കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം. ഭാവിയിലെ വിവിധ ഫലങ്ങൾ പ്രവചിക്കുന്നതിനും പദ്ധതികൾ തയ്യാറാക്കുന്നതിനും ഇങ്ങനെ വിവരിക്കുന്നു: സാഹചര്യ ആസൂത്രണം. ഓക്കെ, സാഹചര്യ ആസൂത്രണമാണ് ഭാവിയിലെ വിവിധ ഫലങ്ങൾ പ്രവചിക്കുന്നതും പദ്ധതികൾ തയ്യാറാക്കുന്നതും. 21ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരി? ആമുഖം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കും. അത് ശരിയാണല്ലോ. ആമുഖം ഇന്ത്യയെ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് ജനാധിപത്യ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു. സോഷ്യലിസ്റ്റ്, മതേതര എന്നീ വാക്കുകൾ 950 യഥാർത്ഥ ഭരണഘടനയുടെ ഭാഗമായിരുന്നു. അത് തെറ്റാണ്. അത് കൂട്ടിച്ചേർത്ത വാക്കുകളാണ് സോഷ്യലിസ്റ്റ്, മതേതര എന്നുള്ളത്. ഓക്കെ, ആമുഖം ഭരണഘടനയുടെ അവിഭാജ്യ ഘടകമായി കണക്കപ്പെടുന്നു. ശരിയാണ്. ആർട്ടിക്കിൾ 368 പ്രകാരം ആമുഖം ഭേദഗതി ചെയ്യാൻ കഴിയും. അതും ശരിയാണ്. അപ്പോൾ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ആമുഖം ഭേദഗതി ചെയ്യാൻ കഴിയുന്നത്? ആർട്ടിക്കിൾ 368. ഓക്കെ, അപ്പം ഇത് ശരിയായിട്ടുള്ളത് ഓപ്ഷൻ 1, 3 ഇവിടെ ഇപ്പോൾ ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1, 3, 4 എന്നുള്ളതാണ്. ഓക്കെ, 1, 3, 4 എന്നുള്ളതാണ് ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ശരിയായിട്ടുള്ളത്. ഓക്കെ, 1, 3, 4. ക്ലിയർ ആണ്. നെക്സ്റ്റ്, രാജ്യസഭയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. ഇത് ഒരിക്കലും പിരിച്ചുവിടലിന് വിധേയമല്ല. ശരിയാണ്. 1 ശരിയാണ്.
രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷത്തിലും വിരമിക്കുന്നു. അതും ശരിയാണ്. രാജ്യസഭയിൽ പിരിച്ചുവിടാൻ സാധിക്കത്തില്ല. സ്ഥിരം സഭയാണ്. 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? വിരമിക്കുന്നുണ്ട്. ഇനി രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി. അപ്പോൾ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ്? ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാണ്. രാജ്യസഭ ഉൾപ്പെടെ പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും ഒരു പണബിൽ അവതരിപ്പിക്കാൻ കഴിയും? പറ്റത്തില്ല, തെറ്റാണ്. പാർലമെൻറ്റിൻ്റെ ഏത് സഭയിലും പണബിൽ അവതരിപ്പിക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റാണ്. അപ്പം ഇവിടെ ശരിയായിട്ടുള്ളത് 1, 2, 3 എന്നുള്ളതാണ്. ഓക്കെ, 1, 2, 3. അപ്പോൾ ഓപ്ഷൻ ബി ആണ് അവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ ഗവർണറെ കുറിച്ചുള്ള പ്രസ്താവനയാണ്. ഗവർണറെ ഇന്ത്യൻ രാഷ്ട്രപതി നിയമിക്കുന്നു. ശരിയാണ്. ഗവർണർ 5 വർഷത്തെ നിശ്ചിത കാലാവധിക്ക് പദവി വഹിക്കുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അത് തെറ്റാണ്. ഗവർണറെ 5 വർഷത്തെ നിശ്ചിത കാലാവധിക്ക് പദവി വഹിക്കുന്നു. അതിനു മുമ്പ് അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തെറ്റാണ്. ഓക്കെ, ഗവർണർ സംസ്ഥാനത്തിൻ്റെ ഭരണഘടനാ തലവനായി പ്രവർത്തിക്കുകയും മന്ത്രിസഭയുടെ സഹായവും ഉപദേശവും അനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അത് ശരിയാണ്. ഭരണഘടനാ തലവനാണ്. മന്ത്രിസഭയുടെ സഹായവും ഉപദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. 1-ലധികം സംസ്ഥാനങ്ങൾക്ക് ഒരേ സമയം ഒരു ഗവർണറെ നിയമിക്കാം. ശരിയാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 1, 3, 4 എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇവിടെ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. ഇനി താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ രാഷ്ട്രപതിമാരുടെ ശരിയായ കാലക്രമം? 1 ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഓക്കെ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 2 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. 3 സക്കീർ ഹുസൈൻ. 4 വി വി ഗിരി. സോ 2, 1, 3, 4. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആണല്ലോ. ഇനി മൗലിക കടമകളെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ഏതാണ് ശരി? 1976 42-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത്. ശരിയാണ്. അവ ഭരണഘടനയുടെ 5-ാം ഭാഗത്തിൽ പട്ടികപ്പെടുത്തിയിരിക്കുന്നു. നിലവിൽ 11 മൗലിക കടമകൾ ഉണ്ട്. ശരിയാണ്. മൗലിക കടമകൾ നിയമപ്രകാരം നടപ്പിലാക്കാൻ കഴിയില്ല. അതും ശരിയാണ്. സോ 1, 3, 4 എന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. 1, 3, 4. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. പാർലമെൻറ്റിൻ്റെ പ്രത്യേക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരി? പാർലമെൻറ്റിൻ്റെ പ്രത്യേക അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരി? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 105 പാർലമെൻ്ററി പ്രത്യേക അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 105 പാർലമെൻ്ററി പ്രത്യേക അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് ശരിയാണ്. അവയിൽ പാർലമെൻറ്റിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും സഭയിൽ നടത്തുന്ന പ്രസംഗങ്ങൾക്ക് നിയമ നടപടികളിൽ നിന്നുള്ള പ്രതിരോധവും ഉൾപ്പെടുന്നു. നിയമനിർമ്മാണ പ്രവർത്തനങ്ങളുടെ സ്വാതന്ത്ര്യവും ഫലപ്രാപ്തിയും ഈ ഉറപ്പാക്കൽ പാർലമെൻ്ററി പ്രത്യേക അവകാശങ്ങൾ അത്യാവശ്യമാണ്. സോ ഇവിടെ 1, 2, 4 എന്നുള്ള ഓപ്ഷനാണ് റൈറ്റ്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യത്തെ വനിത പ്രതിഭ പാട്ടേൽ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഹൈക്കോടതിയിൽ പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്യാൻ കഴിയുന്നത്? ആർട്ടിക്കിൾ 226 പ്രകാരമാണ് എന്ത് ചെയ്യാൻ പറ്റുമോ? ഹൈക്കോടതികളിൽ പൊതു താൽപ്പര്യ ഹർജി ഫയൽ ചെയ്യാൻ പറ്റും. താഴെ പറയുന്നവയിൽ ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിൽ ഇല്ലാത്തത്? തമിഴ്നാടിനാണ്. ഓക്കെ, ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര ഇതിനെല്ലാം എന്തുണ്ട്? സംസ്ഥാന നിയമനിർമ്മാണ കൗൺസിൽ ഉണ്ട്. തമിഴ്നാടിനില്ല. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം താഴെ പറയുന്ന റിട്ടുകളിൽ ഏതാണ് വ്യക്തമായി പരാമർശിക്കാത്തത്? ഇഞ്ചക്ഷനാണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 പ്രകാരം താഴെ പറയുന്ന റിട്ടുകളിൽ ഏതാണ് വ്യക്തമായി പരാമർശിക്കാത്തത്? ഇഞ്ചക്ഷനാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിന് കീഴിലാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പരാമർശിക്കുന്നത്? പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആർട്ടിക്കിൾ 74. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ആർട്ടിക്കിൾ 74 പ്രകാരമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പ്രാബല്യത്തിലാണെങ്കിൽ സംസ്ഥാന പട്ടികയിലുള്ള ഏത് കാര്യത്തിലും നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വ്യവസ്ഥയാണ്? അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പ്രാബല്യത്തിലാണെങ്കിൽ സംസ്ഥാന പട്ടികയിലുള്ള ഏത് കാര്യത്തിലും നിയമനിർമ്മാണം നടത്താൻ പാർലമെൻറ്റിന് അധികാരം നൽകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 250 പ്രകാരമാണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 250 പ്രകാരമാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപന സമയത്ത് താഴെ പറയുന്ന മൗലിക അവകാശങ്ങളിൽ ഏതൊക്കെ അവകാശങ്ങൾ നടപ്പിലാക്കാൻ താൽക്കാലികമായി നിർത്തിവെക്കാൻ കഴിയില്ല? ആർട്ടിക്കിൾ 20, 23 അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിർത്തിവെക്കാൻ കഴിയാത്ത ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 20, 21.
ഇന്ത്യയുടെ 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? ജ്ഞാനേഷ് കുമാറാണ് 26ാമത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അഖിലേന്ത്യാ സർവീസിലെയോ ഒരു സംസ്ഥാനത്തിൻ്റെ സിവിൽ സർവീസിലെയോ യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ സിവിൽ സർവീസിലെയോ അംഗമായ അല്ലെങ്കിൽ യൂണിയനോ സംസ്ഥാനത്തിൻ്റെയോ കീഴിൽ ഒരു സിവിൽ പദവി വഹിക്കുന്ന ഒരു വ്യക്തിയെയും അയാൾ നിയമിക്കപ്പെട്ട അധികാരത്തിന് കീഴിലുള്ള ഒരു അധികാരി പിരിച്ചുവിടുകയോ നീക്കം ചെയ്യുകയോ ചെയ്യരുത്. ഈ വകുപ്പ് താഴെ പറയുന്നതിന് ബാധകമല്ല. അപ്പോൾ നോക്കെ, ഒരു അഖിലേന്ത്യാ സർവീസിലെയോ ഒരു സംസ്ഥാനത്തിൻ്റെ സിവിൽ സർവീസിലെയോ യൂണിയൻ്റെയോ സംസ്ഥാനത്തിൻ്റെയോ സിവിൽ സർവീസിലെയോ അംഗമായ അല്ലെങ്കിൽ യൂണിയനോ സംസ്ഥാനത്തിൻ്റെ കീഴിൽ ഒരു സിവിൽ പദവി വഹിക്കുന്ന ഒരു വ്യക്തിയെയും അയാൾ നിയമിക്കപ്പെട്ട അധികാരത്തിന് കീഴിലുള്ള ഒരു അധികാരി പിരിച്ചുവിടുകയോ നീക്കം ചെയ്യുകയോ ചെയ്യരുത്. താഴെയുള്ള ഒരാൾക്ക് പിരിച്ചുവിടാനോ നീക്കം ചെയ്യാനോ കഴിയാൻ പറ്റത്തില്ലല്ലോ. ഇത് ഏത് വകുപ്പ് താഴെ പറഞ്ഞതിന് ബാധകമല്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ക്രിമിനൽ കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ടതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ പിരിച്ചുവിടുകയോ നീക്കം ചെയ്യുകയോ റാങ്കിൽ കുറയുകയോ ചെയ്യുമ്പോൾ ഈ ഒരു വകുപ്പ് ബാധകമല്ല. അതുപോലെ തന്നെ ഒരു വ്യക്തിയെ പിരിച്ചുവിടാനോ നീക്കം ചെയ്യാനോ അല്ലെങ്കിൽ റാങ്കിംഗ് കുറയ്ക്കാനോ അധികാരപ്പെടുത്തിയ ഒരു അധികാരി ആ അധികാരി രേഖാമൂലം രേഖപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും കാരണത്താൽ ആ വ്യക്തിക്ക് കാരണം കാണിക്കാനുള്ള അവസരം നൽകുന്നത് ന്യായമായും പ്രായോഗികമല്ലെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ, അതും അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ സുരക്ഷയുടെ താൽപ്പര്യാർത്ഥം അത്തരമൊരു അന്വേഷണം നടത്തുന്നത് ഉചിതമല്ലെന്ന് രാഷ്ട്രപതിക്കോ ഗവർണർക്കോ ബോധ്യപ്പെടുന്ന സാഹചര്യത്തിൽ. അപ്പോൾ ഈ 3 സാഹചര്യത്തിലും എന്ത് ചെയ്യുന്നില്ല, ഈ ഒരു വകുപ്പ് ബാധകമല്ല. ഓക്കെ, അപ്പം ഓപ്ഷൻ മുകളിൽ പറഞ്ഞവയല്ല, ഓപ്ഷൻ ഡി ആണ് അവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് 37ാമത്തെ ആർട്ടിക്കിൾ 317 ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആർട്ടിക്കിൾ 317 PSCയിലെ അംഗത്തെ നീക്കം ചെയ്യുന്നത് സസ്പെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആർട്ടിക്കിൾ 317 PSCയിലെ പബ്ലിക് സർവീസ് കമ്മീഷനിലെ അംഗങ്ങളെ നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അധിനിവേശ മേഖലയെക്കുറിച്ചുള്ള സിദ്ധാന്തം വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അധിനിവേശ മേഖലയെക്കുറിച്ചുള്ള സിദ്ധാന്തം വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇതേത് ആർട്ടിക്കിൾ? ആർട്ടിക്കിൾ 254 കേട്ടോ. ആർട്ടിക്കിൾ 254 GST കൗൺസിലിൻ്റെ അധ്യക്ഷനാരാണ്? കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. ഹൈക്കോടതികളുടെ ജുഡീഷ്യൽ അവലോകനം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ഇതിൽ വിധിച്ചിരിക്കുന്നു. ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ അവലോകനം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുത്തണമെന്ന് ഇതിൽ വിധിച്ചിരിക്കുന്നു. ഏതാണ്? മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് 41ാമത്തെ ചോദ്യം. കേരളം ഒരു വളർച്ചാ വിരോധാഭാസത്തെ നേരിടുന്നു. കാരണം? ഉയർന്ന മനുഷ്യ വികസനം എന്നാൽ ദുർബലമായ വ്യാവസായിക അടിത്തറ. കേരളം ഒരു വളർച്ചാ വിരോധാഭാസത്തെ നേരിടുന്ന കാരണം ഉയർന്ന മനുഷ്യ വികസനവും എന്നാൽ ദുർബലമായ വ്യാവസായിക അടിത്തറയുമാണ്. ഓക്കെ, എല്ലാ സംസ്ഥാനങ്ങളുടെയും ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കേരള സർക്കാരിൻ്റെ സ്വന്തം നികുതി വരുമാന വിഹിതം ശരാശരിയെക്കാട്ടി കൂടുതലായിരിക്കും. ഓക്കെ, കേരളത്തിൻ്റെ സർക്കാർ ചെലവ് ഘടനയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ശമ്പളം, പെൻഷൻ, പലിശ, പേയ്മെൻറ്റ് എന്നിവ ചെലവിൻ്റെ ഒരു പ്രധാന പങ്ക് ഉപയോഗിക്കുന്നു. ഉയർന്ന പ്രതിബദ്ധതയുള്ള ചെലവ് സാമ്പത്തിക വഴക്കത്തെ നിയന്ത്രിക്കുന്നു. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. 1ഉം 3ഉം സി ആണ്. ഓക്കെ, സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സി ആണേ, സി. കേരളത്തിൻ്റെ വ്യാവസായിക മേഖലയെ ചരിത്രപരമായി ഏറ്റവും നന്നായി വിവരിക്കുന്ന സവിശേഷത ഏതാണ്? ആൻസറായിട്ട് വരുന്നത് ചെറുകിട വിഭവ അധിഷ്ഠിതവും കുറഞ്ഞ സാങ്കേതിക വിദ്യാപരവുമായതാണ് നമ്മുടെ കേരളത്തിൻ്റെ വ്യവസായ മേഖല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ വിദേശ പണം വയ്ക്കലിൻ്റെ പങ്കിനെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? പണമയക്കൽ പ്രധാനമായും ഭവന ഉപഭോഗ മേഖലകളിലേക്ക് തിരിച്ചുവിട്ടു. ആരോഗ്യ വിദ്യാഭ്യാസ ചെലവുകൾ വഴി പണമയക്കൽ മനുഷ്യ മൂലധനം മെച്ചപ്പെടുത്തി. അപ്പം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, 2, 3 ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, കേരളത്തിൽ പണമയക്കലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘാതം എന്താണ്? കൃഷിയെ ആശ്രയിക്കുന്നത് കുറയും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് കേരളത്തിൻ്റെ ജനസംഖ്യാപരമായ മാറ്റങ്ങളെ ഏറ്റവും നന്നായി വിവരിക്കുന്നത്? ജനന നിരക്ക് കുറയുന്നതും പ്രായമാകുന്ന ജനസംഖ്യയുമാണ്. ഓക്കെ, കേരളത്തിൽ തൊഴിൽ ഡേറ്റ കാണിക്കുന്നത് കൃഷി GSTPയിൽ അതിൻ്റെ വിഹിതത്തേക്കാൾ വളരെ കൂടുതൽ ആളുകളെയാണ് ജോലി എടുക്കുന്നത് എന്നാണ്. ഈ പൊരുത്തക്കേട് എന്തിനെയാണ് സൂചിക്കുന്നത്? കേരളത്തിൽ തൊഴിൽ ഡേറ്റ കാണിക്കുന്നത് കൃഷി GSTPയിൽ അതിൻ്റെ വിഹിതത്തേക്കാൾ വളരെ കൂടുതൽ ആളുകളെയാണ് ജോലി എടുക്കുന്നത് എന്നാണ്. ഈ പൊരുത്തക്കേട് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കൃഷി വളരെ ഉൽപ്പാദനക്ഷമമാണ്. കാർഷിക മേഖലയിൽ തൊഴിലാളികൾക്ക് തൊഴിൽ കുറവാണ്. വ്യാവസായികവൽക്കരണം മികച്ച തൊഴിലാളികളെ ആഗിരണം ചെയ്യുന്നു. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ ഇപ്പോഴും കാർഷിക മേഖലയാണ്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് കൃഷി വളരെ ഉൽപ്പാദനക്ഷമമാണെന്നുള്ളതാണ്. ഓക്കെ,
49ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ വിദ്യാഭ്യാസത്തെയും തൊഴിലിനെയും കുറിച്ചുള്ള ഇനി പറയുന്ന ഡേറ്റ പരിഗണിക്കുക. ഒരു ഡേറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുമായിട്ട് സാധ്യതയുള്ള നിഗമനം ഏതാണെന്ന്. ഈ ഒരു ഡേറ്റ നോക്കുമ്പോൾ കേരളത്തിലെ തൊഴിലില്ലായ്മ പ്രശ്നം വിദ്യാസമ്പന്നർക്കിടയിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും താഴ്ന്ന ദാരിദ്ര്യ നിരക്കാണ് കേരളത്തിൻ്റെ, അതായത് ബഹുമാന ദാരിദ്ര്യ സൂചിക 0.002. ഈ കണ്ടെത്തലുമായി ഏറ്റവും യോജിക്കുന്ന വ്യാഖ്യാനം ഏതാണ്? ശക്തമായ സാമൂഹിക കരുതലും മാനക വികസന ഫലങ്ങളും കുറഞ്ഞ ദാരിദ്ര്യം നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഓക്കെ, 1980-81 മുതൽ കേരളത്തിൻ്റെ മൊത്തം കൃഷിഭൂമിയുടെ വിസ്തീർണം ക്രമാനുഗതമായി കുറഞ്ഞു വരികയാണ്. ഇതിൽ നിന്ന് എന്ത് നയപരമായ ആശങ്കയാണ് ഉയരുന്നത്? ഭക്ഷ്യസുരക്ഷയെ ബാധിക്കുന്ന നഗരവൽക്കരണവും കേരളത്തിലെ ജലസേചന സ്ഥിതി വിവരണ കണക്കുകൾ കാണിക്കുന്നത് കിണറുകളാണ് ജലസേചനത്തിൻ്റെ ഏറ്റവും വലിയ സ്രോതസ്സ് എന്നാണ്. ഈ ആശ്രയത്തെ നിർണായകരമായ പ്രത്യാഘാതം എന്താണ്? മഴയെ ആശ്രയിക്കുന്നത് വർദ്ധിച്ചു എന്നുള്ളതാണ്. കേരള സർക്കാരിൻ്റെ 2025-26 ബജറ്റ് പ്രധാനമായും സാമ്പത്തിക സമ്മർദ്ദം കുറയ്ക്കുന്നത് ഊന്നൽ നൽകുന്നത് ഇവയാണ്. എന്താണ്? ഉയർന്ന സ്വന്തം നികുതി വരുമാനം സമാഹരിക്കുക. 2025-26 കേരളത്തിൻ്റെ ധനക്കമ്മി ലക്ഷ്യം ഏകദേശം GSTPയുടെ 3.4%. കാലാവസ്ഥാ പ്രതിരോധ ശേഷിയിൽ കേരളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനെ പ്രതിഫലിപ്പിക്കുന്ന നടപടി ഏതാണ്? പുനരുപയോഗ ഊർജ്ജവും ഹരിത ഗതാഗത സംരംഭങ്ങളും. താഴെ പറയുന്നവയിൽ ഏതാണ് കേരള മോഡലിൻ്റെ വിരോധാഭാസം വിശദീകരിക്കുന്നത്? ഉയർന്ന സാക്ഷരതയും സാമൂഹിക വികസനവും ഉണ്ടായിരുന്നിട്ടും ഉയർന്ന തൊഴിലില്ലായ്മ. നവീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് മിഷൻ സംരംഭങ്ങളുടെ ഭാഗമായത് ഇനി പറയുന്നവയിൽ ഏതാണ്? ഇന്നോവേഷൻ ഗ്രാൻഡ്, ഗവേഷണ വികസന ഗ്രാൻഡ്, സ്ത്രീകൾക്കുള്ള സാങ്കേതിക വിദ്യ വാണിജ്യവൽക്കരണ പിന്തുണ. ഇത് 3 1, 2, 3. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. മറ്റ് ചില സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൻ്റെ വികസന അനുഭവത്തെ ഏറ്റവും ശക്തമായി വേർതിരിക്കുന്ന ഘടകം ഏതാണ്? ആദ്യം സാമൂഹിക വികസനം, പിന്നീട് വളർച്ച എന്നുള്ളത്. അതാണ് നമ്മുടെ കേരളത്തിൻ്റെത്. കേരളത്തിലെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെയും സ്റ്റാർട്ടപ്പുകളുടെയും ഉയർച്ചയെ പലപ്പോഴും ഇതിലേക്കുള്ള ഒരു നീക്കമായി പരാമർശിക്കുന്നു. ഏതിലേക്കുള്ള? മസ്തിഷ്ക നേട്ടവും നവീകരണവും നയിക്കുന്ന വളർച്ചയും. 2019-21 SRS ഡേറ്റ പ്രകാരം കേരളത്തിൻ്റെ ആയുർദൈർഘ്യം ഏകദേശം 75 വർഷമാണ്. സ്ത്രീ ശാക്തീകരണത്തിനായുള്ള കേരളത്തിൻ്റെ മുൻനിര സംരംഭം ഏത് പരിപാടിയാണ്? കുടുംബശ്രീ. നീതി ആയോഗിൻ്റെ 2021-22 ആരോഗ്യ സൂചിക പ്രകാരം കേരളത്തിൻ്റെ ശിശുമരണ നിരക്ക് ദേശീയ ശരാശരിയെക്കാട്ടി കുറവാണ്. 13ാം പദ്ധതിയുടെ 4 ദൗത്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഡിജിറ്റൽ ഇന്ത്യ മിഷനാണ്. ഓക്കെ, ഉയർന്ന നിലവാരമുള്ള സ്കൂൾ വിദ്യാഭ്യാസം, ആർദ്രം ജനസൗഹൃദ ആരോഗ്യ സൗകര്യങ്ങൾ, ഹരിത കേരളം, പരിസ്ഥിതി സൗഹൃദ വികസനം. ഇത് 3 13ാം പദ്ധതിയുടെ ദൗത്യങ്ങളിൽ ഉൾപ്പെടുന്നതാണ്. ഡിജിറ്റൽ ഇന്ത്യ മിഷൻ ഇല്ല. CDS UN 1975 പഠനമനുസരിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നയങ്ങളുടെ പ്രാഥമിക സംഭാവന എന്തായിരുന്നു? സാമൂഹിക സാമ്പത്തിക തലങ്ങളിലുടനീളം ലംബമായ സാമൂഹിക ചലനം പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളതാണ്. കേരളത്തിൻ്റെ വിജ്ഞാന സമ്പദ് വ്യവസ്ഥ ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. IT പാർക്കുകളും ഉന്നത വിദ്യാഭ്യാസ വികസനവും. കേരളത്തിലെ ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ നയത്തിൽ താഴെ പറയുന്ന അവകാശങ്ങളിൽ ഏതാണ് ഊന്നി പറഞ്ഞിരിക്കുന്നത്? സമത്വത്തിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, ആക്രമമില്ലാതെ മാന്യതയോടെ ജീവിക്കാനുള്ള അവകാശം, തൊഴിൽ, വിദ്യാഭ്യാസം, പരിശീലനം, ആരോഗ്യം എന്നിവയിലേക്കുള്ള തുല്യ പ്രവേശനത്തിനുള്ള അവകാശം. ഇത് 3 സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ആഗോള സമ്പദ് വ്യവസ്ഥയെ ഏറ്റക്കുറച്ചിലുകൾക്ക് ഏറ്റവും സെൻസിറ്റീവ് ആയത് കേരളത്തിലെ ഏതൊക്കെ വിളകളാണ്? റബ്ബറും സുഗന്ധവ്യഞ്ജനങ്ങളും. കേരളം സ്റ്റാർട്ടപ്പുകൾക്ക് പ്രാരംഭഘട്ട പിന്തുണ നൽകുന്നത് ഇനി പറയുന്ന രൂപങ്ങളിലാണ്. ഇന്നോവേഷൻ ഗ്രാൻഡുകളായിട്ട്, വിത്ത് വായ്പകളായിട്ട്, പേറ്റന്റ് പിന്തുണ, ഗവേഷണ വികസന ഗ്രാൻഡുകൾ. സോ C 1, 2, 3, 4. 13ാം പഞ്ചവത്സര പദ്ധതിയിൽ കേരളത്തിൽ ഇനി പറയുന്നവയിൽ ഏതാണ് കൂടുതൽ വ്യവസ്ഥാപിതമായി വികസിപ്പിച്ചെടുത്തത്? ലിംഗ ബജറ്റിംഗ് ആണ്. ഓക്കെ, കേരളത്തിലെ വാർദ്ധക്യ ജനസംഖ്യ ഒരു വെല്ലുവിളിയായി കണക്കാക്കപ്പെടുന്നതിന് പ്രധാനമായ കാരണം ഇത് സാക്ഷരതാ നിലവാരം കുറയ്ക്കുന്നു, ഇത് ആശ്രിതത്വ അനുപാതം വർദ്ധിപ്പിക്കുന്നു, ഇത് ആയുർദൈർഘ്യം കുറയ്ക്കുന്നു, ഇത് യുവാക്കളുടെ വിദേശ കുടിയേറ്റത്തിലേക്ക് നയിക്കുന്നു. നമ്മുടെ ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി. ഓക്കെ, ഇത് ആശ്രിതത്വ അനുപാതം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. 71ാമത്തെ ക്വസ്റ്റ്യൻ, പരിസ്ഥിതി സംരക്ഷണ ഏജൻസി EPA പ്രകാരം, എൻവയൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം സൾഫർ ഡയോക്സൈഡ് ഉദ്വമനത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടം ഏതാണെന്നാണ് ചോദ്യം. ഏതാ? ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന പവർ പ്ലാന്റുകളാണ് സൾഫറിൻ്റെ എമിഷൻ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്, സൾഫർ ഡയോക്സൈഡിൻ്റെ. ഇന്ത്യയിൽ ആദ്യത്തെ പരിസ്ഥിതി പ്രസ്ഥാനമായി കാണപ്പെടുന്നത് ചിപ്കോ പ്രസ്ഥാനമാണ്. താഴെ നൽകിയ പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വലിയ ശൃംഖലകൾ നിർമ്മിച്ച് കാലാവസ്ഥാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും അവയെ നടത്തുകയും ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര ലാഭേച്ഛയില്ലാത്ത സംഘടനയാണ് ദി ക്ലൈമറ്റ് ഗ്രൂപ്പ്. ശരിയാണ്. അതായത് വലിയ ശൃംഖലകൾ നിർമ്മിച്ച് കാലാവസ്ഥാ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു, അവയെ നടത്തുകയും ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര ലാഭമൊന്നും ഇല്ലാത്തൊരു സംഘടനയാണ് ദി ക്ലൈമറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവർ പ്രത്യേകിച്ച് ലാഭമൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഊർജ്ജ കാര്യക്ഷമതയിൽ നവീകരണം നയിക്കുന്നതിനും മത്സരശേഷി വർദ്ധിപ്പിക്കുന്നതിനും മലിനീകരണം കുറയ്ക്കുന്നതിനുമുള്ള ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധരായ മുൻനിര കമ്പനികളെ EP 100
ഒരുമിച്ച് കൊണ്ടുവരുന്നു. അത് ശരിയാണ്. 2 തെറ്റാണ് കേട്ടോ. ക്ലൈമറ്റ് ഗ്രൂപ്പുമായി സഹകരിച്ച് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി ഒരു ആഗോള സംരംഭമാണ് EP100 ആരംഭിച്ചു എന്നുള്ളത്. അത് തെറ്റായ പ്രസ്താവനയാണ്. ചില ഇന്ത്യൻ കമ്പനികൾ EP100 അംഗങ്ങളാണ്. അതും ശരിയാണ്. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി അണ്ടർ 2 കോളിഷൻ്റെ സെക്രട്ടേറിയറ്റ് ആണ്. അതും ശരിയാണ്. സോ ഇവിടെ 1, 3 ഇവിടുത്തെ ആൻസറായിട്ട് വരുന്നത് അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസി അണ്ടർ 2 കോളിഷൻ്റെ സെക്രട്ടറിയാണ്. അത് തെറ്റാണ്. ഇവിടെ 1, 3, 4 എന്നുള്ളതാണ് ശരിയായിട്ട് വരുന്നത്. ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ. എന്താണ് ഗ്രീൻ ഓഡിറ്റിങ്ങിൻ്റെ പ്രധാന ലക്ഷ്യം? ഗ്രീൻ ഓഡിറ്റിങ്ങിൻ്റെ എന്താണ്? പാരിസ്ഥിതിക ആഘാതവും സുസ്ഥിരതയും വിലയിരുത്തുക. ഇന്ത്യയിലെ ഒരു വന്യജീവി സങ്കേതത്തിൻ്റെ പ്രാഥമിക ഉദ്ദേശം എന്താണ്? വന്യജീവികളുടെയും അവയുടെ ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷിക്കുക എന്നുള്ളതാണ്. വായു മലിനീകരണത്തെയും അനുബന്ധ സംരംഭങ്ങളെയും കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. ശരി ഏതെന്നാണ് ചോദ്യം. ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച നാഷണൽ ക്ലീൻ എയർ പ്രോഗ്രാം NCAP 2024 ആകുമ്പോഴും 2014 അടിസ്ഥാന വർഷമായിട്ട് നമ്മൾ കരുതും. 131 നോൺ അറ്റൈൻമെൻറ്റ് നഗരങ്ങളിൽ കണികാ പദാർത്ഥത്തിൻ്റെ PM 2.5 PM10 സാന്ദ്രത 20-30% കുറയ്ക്കാൻ ലക്ഷ്യമിടുന്നു. ഇന്ത്യയിലെ വായു മലിനീകരണ തോത് നിരീക്ഷിക്കാൻ ISROയുടെ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള എയറോസോൾ ഒപ്റ്റിക്കൽ ഡെപ്ത് ഡേറ്റ ഉപയോഗിക്കുന്നു. അപ്പോൾ അത് 2 ശരിയാണ് കേട്ടോ. 1, 2 ആണ് ശരിയായിട്ടുള്ളത്. EIA പ്രക്രിയയുടെ പ്രധാന ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? സ്ക്രീനിങ്, സ്കോപ്പിംഗ്, ഇമ്പാക്റ്റ്, പ്രവചനം, ലഘൂകരണം, നിരീക്ഷണം എന്നുള്ളതാണ്. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണത്തിനായുള്ള ഒരു കൂട നിയമനിർമ്മാണമായി കണക്കാക്കപ്പെടുന്ന നിയമം ഏതാണ്? 1986 പരിസ്ഥിതി സംരക്ഷണ നിയമമാണ്. നഗരപ്രദേശങ്ങളിൽ കണികാ മലിനീകരണത്തിൻ്റെ പ്രാഥമിക സ്രോതസ്സുകൾ എന്താണ്? PM മലിനീകരണത്തിന് സാധ്യതയുള്ള ആരോഗ്യ പ്രത്യാഘാതങ്ങൾ എന്താണ്? വ്യാവസായിക ഉത്പന്നങ്ങളും വാഹന ഉത്പന്നങ്ങളും ശ്വസന പ്രശ്നങ്ങളും ഹൃദയ സംബന്ധമായ രോഗങ്ങളും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രത്യാഘാതങ്ങളാണ്. ഓക്കെ. കണികാ മലിനീകരണത്തിൻ്റെ പ്രാഥമിക സ്രോതസ്സുകൾ എന്താണെന്നുള്ളത്. സ്രോതസ്സുകൾ വ്യാവസായിക ഉത്പന്നവും വാഹന ഉത്പന്നവുമാണ്. അതിൻ്റെ പ്രത്യാഘാതം ശ്വസന പ്രശ്നങ്ങളും ഹൃദയ സംബന്ധമായ രോഗങ്ങളും ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രത്യാഘാതങ്ങളാണ്. ഓക്കെ. സുസ്ഥിര അടിസ്ഥാന സൗകര്യ വികസനത്തിനുള്ള പ്രധാന പരിഗണനകൾ എന്തൊക്കെയാണ്? പരിസ്ഥിതി സുസ്ഥിരതയും സാമൂഹിക ഉത്തരവാദിത്വവും സാമ്പത്തിക സാധ്യതയും സാങ്കേതിക സാധ്യതയും സ്ഥാപനശേഷിയും ഭരണവും. മുകളിൽ പറഞ്ഞവയെല്ലാം ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് 81ാമത്തെ ചോദ്യം. ദുരന്ത നിവാരണത്തിൽ ഘടനാപരമായ ലഘൂകരണത്തിൽ നിന്ന് ഘടനാപരമല്ലാത്ത ലഘൂകരണത്തെ വേർതിരിക്കുന്നത് ഇനി പറയുന്നവയിൽ ഏതാണ്? ഘടനാപരമായ ലഘൂകരണത്തിൽ നിന്ന് അല്ലാത്ത ലഘൂകരണത്തെ വേർതിരിക്കുന്നത്. ഘടനാപരമായ ലഘൂകരണം ഭൗതിക അടിസ്ഥാന സൗകര്യ നടപടികളിൽ ഉൾക്കൊള്ളുന്നു. അതേസമയം അല്ലാത്തത് ലഘൂകരണം നയങ്ങൾ, ആസൂത്രണം, ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവ ഉൾക്കൊള്ളുന്നു. ദുരന്ത നിവാരണ ചക്രത്തിൽ ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിൽ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഘട്ടമാണ് ലഘൂകരണം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്രാഥമിക പ്രവർത്തനമല്ലാത്തത് ഏതാണ്? ദുരന്തങ്ങളെക്കുറിച്ചുള്ള ഗവേഷണവും രേഖകളും. പ്രതികരണ ഘട്ടത്തിൽ ഇൻസിഡൻറ്റ് കമാൻഡ് സിസ്റ്റം നിർണായകമാണ്. കാരണം പ്രധാനമന്ത്രിയുടെ അധികാരത്തിൽ കീഴിൽ എല്ലാ തീരുമാനങ്ങളും ഇത് കേന്ദ്രീകരിക്കുന്നു. ദുരന്ത നിവാരണത്തിൻ്റെ പ്രതികരണവും വീണ്ടെടുക്കൽ ഘട്ടങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഇനി പറയുന്ന സാഹചര്യങ്ങളിൽ ഏതാണ് ഏറ്റവും നന്നായി പ്രകടമാകുന്നത്? മോക്ക് ഡ്രില്ലുകൾ നടത്തുക വേഴ്സസ് ഭൂവിനിയോഗ സോണിംഗ് നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ. ദേശീയ ദുരന്ത നിവാരണ സേനയെ സംസ്ഥാന ദുരന്ത നിവാരണ സേനയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന തത്വം എന്താണ്? NDRF കേന്ദ്രീകൃത നിയന്ത്രണത്തിലും സ്പെഷ്യലൈസ് ചെയ്തതുമാണ്. അതേസമയം സ്റ്റേറ്റിൻ്റെ ആണെങ്കിലോ SDRF സംസ്ഥാന തലത്തിലുള്ളതും പ്രാദേശിക അപകടങ്ങളുമായി പൊരുത്തപ്പെടുന്നതുമാണെന്നുള്ളതാണ്. ഹോഗ്യോ ഫ്രെയിംവർക്കുമായി താരതമ്യപ്പെടുമ്പോൾ സെൻഡായ് ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ഇനി പറയുന്നവയിൽ ഏതാണ് ഇതിൻ്റെ പ്രാഥമിക സമീപന മാറ്റമായി ഊന്നി പറയുന്നത്? മുൻകരുതലുള്ള അപകടസാധ്യത കുറയ്ക്കുന്നതിലും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിലും ശക്തമായ ഊന്നൽ. 2005 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിലെ ഏത് വ്യവസ്ഥയാണ് സംസ്ഥാന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയെ നിയമപരമായി സ്ഥാപിക്കുന്നത്? സെക്ഷൻ 14 ഓക്കെ. വെള്ളപ്പൊക്കം ആഗിരണം ചെയ്യുന്നതിനായി നഗര തണ്ണീർത്തടങ്ങൾ പോലുള്ള പച്ച അടിസ്ഥാന സൗകര്യങ്ങൾ നിർമ്മിക്കുന്നതിൽ ഒരു നഗരം നിക്ഷേപിക്കുന്നു. ദുരന്ത നിവാരണ ചട്ടക്കൂടിൽ ഇത് ഏത് വിഭാഗത്തിൽ ഏറ്റവും നന്നായി തരംതിരിച്ചിരിക്കുന്നു? ഘടനാപരമായ ലഘൂകരണം. അന്താരാഷ്ട്ര ദുരന്ത പ്രതികരണ നിയമങ്ങൾ പ്രകാരം ഒരു ദുരന്തബാധിത രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ മാനുഷിക ദുരിതാശ്വാസ സംഘടനകൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്താണ്? കസ്റ്റംസ് ക്ലിയറൻസ്, വിസകൾ, സഹായദാതാക്കളെ അംഗീകരിക്കൽ എന്നിവയ്ക്ക് വ്യക്തമായ നിയമ ചട്ടക്കൂടിൻ്റെ അഭാവം. 91ാമത്തെ ചോദ്യം. ഒരു നല്ല ഭരണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണ് സുതാര്യതയും ഉത്തരവാദിത്വവും വർദ്ധിപ്പിക്കുക. ഇനി പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയിൽ ഗവേണൻസിന് വെല്ലുവിളിയാകുന്നത്? ബഹുഭാഷാ ഡിജിറ്റൽ വിഭവങ്ങളുടെ സമൃദ്ധി. താഴെ പറയുന്നതിലൂടെ പ്രധാനമായും ഗവേണൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അഴിമതി കുറയ്ക്കുന്നത് പ്രതീക്ഷിക്കുന്നു. ഏതാണ് അഴിമതി കുറയ്ക്കുന്നത്? സേവന വിതരണത്തിൽ മനുഷ്യ ഇടപെടൽ കുറയ്ക്കും. അപ്പോൾ മനുഷ്യരാണല്ലോ അഴിമതി ഉണ്ടാക്കുന്നത്. സോ മനുഷ്യരുടെ ഇടപെടലുകൾ കുറയ്ക്കുവാണെങ്കിൽ അഴിമതി കുറയും എന്ന് പ്രതീക്ഷിക്കുന്നു.
താഴെ പറയുന്ന ഇ ഗവേണൻസ് സംരംഭങ്ങളെ അവയുടെ ലക്ഷ്യങ്ങളുമായി പൊരുത്തപ്പെടുക. ഈ സേവ എന്ന് പറയുന്ന യൂട്ടിലിറ്റി ബിൽ പേയ്മെൻറ്റുകളാണ്. MCA21 അത് കോർപ്പറേറ്റ് ഫയലിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഭൂമി സിസ്റ്റം ലാൻഡ് റെക്കോർഡുകൾ ഡിജിറ്റൈസേഷൻ. ഈ റെക്കോർഡ് എന്ന് പറയുന്നത് കേസ് വിവരണ ആക്സസ്. ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ഒരു വിദഗ്ധ സിസ്റ്റത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം സെമി സ്ട്രക്ചേർഡ് തീരുമാനങ്ങൾ എടുക്കലിൽ മാനേജർമാരെ സഹായിക്കുന്നു. അതേസമയം വിദഗ്ധ സിസ്റ്റങ്ങൾ ഡൊമൈൻ വിദഗ്ധ ന്യായവാദത്തെ അനുകരിക്കുന്നു. താഴെ പറയുന്നവയിൽ ഏതാണ് 2000 IT ആക്ടിലെ വ്യവസ്ഥയല്ലാത്തത്? ബയോമെട്രിക് ആധാർ പ്രമാണീകരണത്തിനുള്ള മാർഗനിർദ്ദേശങ്ങൾ. ഇ ഗവേണൻസ് പ്രോത്സാഹനങ്ങളുടെ സ്വാധീനം ഒരു സർവേ കാണിക്കുന്നു. പൗര സേവന സംതൃപ്തി മുമ്പ് 42% ശേഷം 78% മാറി. അഴിമതി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകൾ മുമ്പ് 38%, ഇപ്പോൾ 12% മാറി. സേവന വിതരണ കാര്യക്ഷമത 46 നിന്ന് 81. സർവേയിൽ നിന്ന് ഏത് നിഗമനമാണ് ഏറ്റവും സാധുവായിട്ടുള്ളത്? ഇ ഗവേണൻസിനെ പ്രോത്സാഹിപ്പിക്കുന്നത് സംതൃപ്തിയും കാര്യക്ഷമതയും മെച്ചപ്പെടുത്തി അഴിമതി കുറച്ചു എന്നുള്ളതാണ്. ഓക്കെ, അഴിമതി കുറഞ്ഞു, സംതൃപ്തി കൂടി, കാര്യക്ഷമതയും കൂടി. കേരളത്തിലെ അക്ഷയ പദ്ധതി പ്രധാനമായും ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പൗര കേന്ദ്രീകൃത സാക്ഷരതയും സേവന വിതരണവും. വിവരസുരക്ഷയിൽ ഇൻക്രിപ്ഷൻസ് പങ്ക് ഇനി പറയുന്നവയിൽ ഏതാണ് ഏറ്റവും നന്നായി വിശദീകരിക്കുന്നത്? അംഗീകൃത കക്ഷികൾക്ക് മാത്രമേ ഡേറ്റ ആക്സസ് ചെയ്യാൻ കഴിയൂ എന്ന് ഇത് ഉറപ്പാക്കുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു കേസ് പരിഗണിക്കുക. ഒരു സംസ്ഥാന സർക്കാർ ഒരു പുതിയ ടെൻഡറിംഗ് പ്ലാറ്റ്ഫോം നടപ്പിലാക്കുന്നു. 1 വർഷത്തിനുള്ളിൽ ലേല സുതാര്യത മെച്ചപ്പെടുത്തുന്നു. ചെറുകിട സ്ഥാപനങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നു. ചെലവ് ലാഭിക്കുന്നു. ഇതൊക്കെ ഭരണതത്വങ്ങളാണ്. ഇവിടെ നേരിട്ട് പ്രകടമാകുന്നത് തുല്യത, സുതാര്യത, കാര്യക്ഷമത ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ സെക്കൻഡ് പേപ്പറാണ്. അഡ്മിനിസ്ട്രേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യനുകളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ലെവൽ ചോദ്യങ്ങളാണ്. അപ്പം ഇതിനകത്ത് ഏതെങ്കിലും ആൻസറുകൾ PSCയുടെ പ്രൊവിഷണൽ ആൻസർ തീരുമാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. എങ്കിലും മാർക്ക് ചെയ്ത കൂട്ടത്തിൽ ഇവിടെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചിലപ്പോൾ വരാൻ ചാൻസ് കാണും. അങ്ങനെ എന്തെങ്കിലും ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ദയവായി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് തിരുത്തി അപ്ലോഡ് ചെയ്യാനാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ വന്നിരിക്കാം. ഓക്കെ, അപ്പം കഴിവതും മിസ്റ്റേക്ക് ഇല്ലാതെ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എന്നാലും പറയാൻ പറ്റത്തില്ല. നമ്മൾ ഓരോന്നും ആൻസർക്ക് സെലക്ട് ചെയ്ത് നോക്കി സെറ്റ് എന്നുള്ളത് എടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് 2 തവണ ഞാൻ തന്നെ പോയിൻ്റ് ഔട്ട് ചെയ്ത് ഞാനത് തിരുത്തിയായിരുന്നു. എങ്കിലും പിന്നെ അതുപോലെ തന്നെ ഫൈനൽ ആൻസർ വരുമ്പോൾ ഇതിനകത്ത് ചിലപ്പോൾ മാറ്റങ്ങൾ വരാവേ കേട്ടോ. ഇപ്പോൾ പ്രൊഫഷണൽ ആൻസർ പ്രകാരമുള്ള ആൻസറുകളാണ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.